യേശുവിനോട് കൂടെ യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ, ഇന്നു പകൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കും. ഈ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല. നിങ്ങൾ ഈ കഷ്ടതയിൽ വീണ് കിടക്കുകയില്ല. നിങ്ങൾ ശക്തിയോടെ മുൻപോട്ട് പോകും. നിങ്ങളെ തകർക്കുവാൻ ആരൊക്കെ ശ്രമിച്ചാലും യേശുവിനെ അനുഗമിക്കുന്ന നിങ്ങൾ നശിച്ചു പോകുകയില്ല. ജീവിതത്തിൽ കഷ്ടത വരില്ലെന്നല്ല, പ്രതികൂലങ്ങൾ വരില്ലെന്നല്ല, കഷ്ടമുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കില്ല. യേശുവിനോട് കൂടെ വലിയ പുരുഷാരമുണ്ട്, ശിഷ്യന്മാരുണ്ട്. യേശു ഒരു സന്ധ്യയ്ക്ക് കടലിലൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ പടകിൽ യാത്ര ചെയ്തു. ആ യാത്രയിൽ ശക്തമായ കാറ്റ് അവർക്ക് പ്രതികൂലമായി. തിര തള്ളിക്കയറി പടകിൽ വെള്ളം കയറാൻ തുടങ്ങി. അവർക്ക് വലിയ ഭയമുണ്ടായി. ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടായി. അവർ വേഗത്തിൽ ഗുരുവിനെ ഉണർത്തി. യേശു അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അപ്പോൾ അവിടെ വലിയ ശാന്തതയുണ്ടായി. പ്രിയപ്പെട്ടവർ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം, നിങ്ങളുടെ ജീവിതമാകുന്ന പടകിൽ കാറ്റടിച്ചാലും തിര ഉയർന്നാലും നിങ്ങളുടെ പടക് മുങ്ങിപ്പോകുകയില്ല, നിങ്ങൾ നശിച്ചു പോകുകയില്ല. പടകിൻ്റെ അമരത്ത് നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്നവൻ, നിങ്ങളുടെ ഇടയനായ ദൈവം, നിങ്ങളുടെ തകർച്ച കണ്ടു നിൽക്കുകയില്ല. അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. വിശ്വസിക്കുക, ഇന്ന് പകൽ യേശുവിനെ ആശ്രയിക്കുന്ന, യേശുവിനെ ഉണർത്തുന്ന നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ കരം അനുകൂലമായി വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ മുൻപിൽ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഈ പ്രതികൂല കാറ്റ് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ ശാന്തമാകാൻ പോവുകയാണ്. വലിയ ശാന്തതയുണ്ടായി. അതെ, ഇന്ന് പകൽ വലിയ ശാന്തതയുണ്ടാകും. നിങ്ങൾക്ക് ഒരു ശുഭയാത്ര ദൈവം നൽകും. തടസ്സങ്ങളൊക്കെ ദൈവം മാറ്റുകയാണ്. അതെ, ഈ പടക് മുങ്ങുകയില്ല. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. കാറ്റ് വരില്ലെന്നല്ല, തിര ഉയരില്ലെന്നല്ല, അതൊന്നും നിന്നെ മുക്കിക്കളയില്ല. ദൈവം സമ്മതിക്കില്ല. നീ മുൻപോട്ട് തന്നെ പോകും. വലിയ ശാന്തതയുണ്ടാകും. സന്തോഷ തുറമുഖത്ത് നീ എത്തിച്ചേരും. നീ ആഗ്രഹിച്ച തുറമുഖത്ത് നിനക്കൊത്തിരി സന്തോഷം ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷം ദൈവം നിനക്ക് വേണ്ടി മറച്ചു വെച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ നിന്നെ വിളിച്ചിറക്കിയ ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. യേശുവിനെ വിളിക്കുക, യേശുവിനെ ഉണർത്തുക. നിന്റെ മുൻപിലുള്ള പ്രതികൂല കാറ്റുകൾ ശാന്തമാകാൻ പോവുകയാണ്. നശിച്ചു പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.